ഇരിങ്ങാലക്കുട രൂപതയുടെ ഈ വർഷത്തെ കേരള സഭാതാരം പുരസ്കാരം ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പിതാവ്, പ്രശസ്ത വചനപ്രഘോഷകനും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ സഹസ്ഥാപകനുമായ ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിൽ ബിസിക്ക് സമ്മാനിച്ചു. ഡിസംബർ 14-ന് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് ഹൌസിൽ വെച്ച് നടന്ന ചടങ്ങിലായിരുന്നു അവാർഡ് ദാനം. 80കളുടെ അവസാനം മുതൽ ഇപ്പോഴും തുടരുന്ന ആത്മീയ നേതൃത്വത്തിനുള്ള ആദരവിന്റെയും അംഗീകാരത്തിന്റെയും മുദ്രയായിട്ടാണ് ഇരിങ്ങാലക്കുട രൂപത അദ്ദേഹത്തിന് കേരള സഭാതാരം അവാർഡ് സമ്മാനിച്ചത്. ഇരിങ്ങാലക്കുട രൂപതയുടെ മുഖപത്രമായിട്ടുള്ള കേരള സഭയുടെ ഈ വർഷത്തെ 2024 വർഷത്തെ കേരള സഭാതാരം അവാർഡ് ഏറെ സന്തോഷത്തോടുകൂടെ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിൽ അച്ഛന് നൽകുവാനായിട്ട് തീരുമാനിച്ച വിവരം നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. സഭയിലെ സമൂഹത്തിലെ മികവുറ്റ സേവനങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ, അത് ഏത് തലത്തിലായാലും അപ്രകാരമുള്ള വ്യക്തികളെ ആദരിക്കുക എന്നുള്ളതാണ് ഈ അവാർഡിൻ്റെ ലക്ഷ്യം. അത് മെത്രാന്മാർക്ക് നൽകിയിട്ടുണ്ട്, വൈദികർക്ക് നൽകിയിട്ടുണ്ട്, സമർപ്പിതർക്ക് നൽകിയിട്ടുണ്ട്, അൽമായ സുഹൃത്തുക്കൾക്ക് നൽകിയിട്ടുണ്ട്. സഭാപരമായിട്ട്, സാമൂഹ്യമായിട്ട്, വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ അനിതര സാധാരണമായിട്ടുള്ള ശുശ്രൂഷകൾ നിർവഹിക്കുന്നവരെ കേരളത്തിലെ സഭയിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെ അംഗീകരിക്കുകയും അവരുടെ സേവനങ്ങളെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ വർഷം ജൂറി തിരഞ്ഞെടുത്തിരിക്കുന്നത് മാത്യു നായ്ക്കമ്പറമ്പിൽ അച്ഛനെയാണ്. കേരളത്തിൽ, അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്ത്, ഭാരതത്തിനും പുറത്തും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു നവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് തുടക്കം കുറിച്ച വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ്റേത്. ഇന്ന് പോട്ടകേന്ദ്രമായിട്ട് ആരംഭിച്ച ഈ നവീകരണ പ്രസ്ഥാനം ഡിവൈനും അതിലുപരി കേരളത്തിലും കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തും ഈ നവീകരണ പ്രവർത്തനം വഴിയായിട്ട് ധാരാളം പേർക്ക് ജീവിതത്തിൽ പ്രത്യാശ നൽകുവാൻ അച്ഛൻ തുടക്കം കുറിച്ച ഈ നവീകരണ പ്രസ്ഥാനം കൊണ്ട് സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടുകൂടെ കണ്ടുകൊണ്ടാണ് മാത്യു അച്ഛനെ ഈ അവാർഡിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടുകൂടെ മാത്യു അച്ഛനെയും അച്ഛനോടൊപ്പം പ്രവർത്തിച്ച പനക്കലച്ഛനെയും മറ്റ് പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. വിൻസെൻഷ്യൻ സമർപ്പിത സമൂഹത്തെയും പോട്ട ധ്യാന കേന്ദ്രത്തെയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും തുടർന്ന് ആരംഭിച്ചിട്ടുള്ള മറ്റെല്ലാ പ്രവർത്തന മേഖലകളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പ്രശസ്ത വചന പ്രഘോഷകനും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ സഹസ്ഥാപകനുമായ ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിൽ വിസിക്ക് ഇരിങ്ങാലക്കുട രൂപത കേരള സഭാതാരം അവാർഡ് സമർപ്പിക്കുമ്പോൾ അത് 80കളുടെ അവസാനം മുതൽ ഇപ്പോഴും തുടരുന്ന ആത്മീയ നേതൃത്വത്തിനുള്ള ആദരവിന്റെയും അംഗീകാരത്തിന്റെയും മുദ്രയാകുന്നു. കേരളത്തിന്റെ ആത്മീയ മണ്ഡലത്തിൽ ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിൽ 4 പതിറ്റാണ്ട് മുൻപ് തുറന്നുവിട്ട ആധ്യാത്മിക നവീകരണത്തിന്റെ കൊടുങ്കാറ്റ് ചെറുതായിരുന്നില്ല. കരിസ്മാറ്റിക് ധ്യാനരീതി 1970കൾ മുതൽ കേരളത്തിൽ നിലവിലുണ്ടായിരുന്നുവെങ്കിലും വിൻസെൻഷ്യൻ സന്യാസ സഭയുടെ കീഴിലുള്ള പോട്ടാശ്രമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന പോപ്പുലർ മിഷൻ ധ്യാനം വളരെ പെട്ടെന്ന് ജനലക്ഷങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും നിറഞ്ഞു നിന്ന വർഷങ്ങളിൽ പോട്ടയും ഡിവൈനും കേന്ദ്രീകരിച്ച് വളർന്ന് ഫലം ചൂടിയ ആത്മീയ തീർത്ഥാടനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിലും ഫാദർ ജോർജ് പനക്കലും മറ്റ് ടീമംഗങ്ങളുമാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. 1987 ജനുവരി 1 സമാരംഭിച്ച പോട്ട ദൈവവചന ശുശ്രൂഷ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഏതാണ്ട് 78ഓളം രാജ്യങ്ങളിൽ പോയി വചനം പ്രസംഗിക്കാൻ കിട്ടിയ കാരുണ്യവും അനേക ആയിരങ്ങളും അനേക ലക്ഷങ്ങളും ഈ ശുശ്രൂഷയിൽ സജീവ പങ്കാളികളായതും അനേകം അഭിവന്യ പിതാക്കന്മാരിൽ നിന്നും വൈദികരിൽ നിന്നും സമർപ്പിതരിൽ നിന്നും
പ്രോത്സാഹനം കിട്ടിയതും നന്ദിയോടെ ഓർക്കുന്നു. ഇതിനെല്ലാത്തിനും കൂടെ ഒരു അംഗീകാരമായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു സമ്മാനമായിട്ട് ഈ അവാർഡിനെ പരിഗണിച്ച് നന്ദി പറയുന്നു. നല്ലവനായ ദൈവത്തിന് സ്തുതി, സ്തോത്രം, ആരാധന.